ഒരു വൃദ്ധന് ലോട്ടറി അടിച്ചു. സന്തോഷത്തിൽ മുങ്ങിയ അദ്ദേഹം മക്കളെ വിളിക്കാനായിട്ട് ഫോൺ എടുത്തു. പക്ഷേ പിന്നീട് വേണ്ടെന്ന് വെച്ചു. അവരെന്നെയാണോ അതോ പണത്തെയാണോ സ്നേഹിക്കുന്നതെന്ന് അറിയാനായിട്ട് ഒരു പരീക്ഷണം നടത്താനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിന് ലഭിച്ച സമ്മാനത്തുകയായ 3 കോടി രൂപ അദ്ദേഹം ഒരു പഴയ ബാഗിൽ വെച്ചു. പഴയ വസ്ത്രം ധരിച്ച് മക്കൾ അറിയാതെ അവരെ കാണാൻ തീരുമാനിച്ചു. ആദ്യം മൂത്ത മകന്റെ വീട്ടിലേക്ക് പോയി. അച്ഛനെ കണ്ട ഉടൻ മകൻ ഭയപ്പെട്ടു. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, അച്ഛൻ പണം ചോദിക്കാൻ വേണ്ടി വന്നതാണ്, ഞാൻ ഇല്ലെന്ന് പറയൂ. എന്നിട്ട് അവൻ ഒളിച്ചു നിന്നു. വൃദ്ധൻ ഏറെ നേരം വാതിലിന് മുന്നിൽ കാത്തു നിന്നു. ഒടുവിൽ മരുമകൾ പറഞ്ഞു ഭർത്താവ് സ്ഥലത്തില്ല എന്ന്. വൃദ്ധൻ ഒന്നും പറയാതെ ഹൃദയം തകർന്ന നിലയിൽ ശാന്തനായി നടന്നുപോയി. അടുത്തതായി അയാൾ മകളുടെ വീട്ടിലേക്ക് പോയി. നിർബന്ധിതമായ ഒരു പുഞ്ചിരിയോടുകൂടി അവൾ അച്ഛനോട് പറഞ്ഞു, അച്ഛനൊന്ന് വിളിച്ചിട്ട് വരാമായിരുന്നു. വൃദ്ധൻ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു, എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഒരാഴ്ച എനിക്കിവിടെ കഴിയാൻ സാധിക്കുമോ? അവൾ ഒരു ദയയും കൂടാതെ പറഞ്ഞു, എൻ്റെ ഭർത്താവിന് ഇഷ്ടമാവില്ല. കൂടാതെ അച്ഛൻ ഇത്രയും മോശമായ ഡ്രസ്സ് ധരിക്കരുത്. അച്ഛനെ കണ്ടാൽ അച്ഛൻ ദരിദ്രനാണെന്ന് എൻ്റെ ഹസ്ബൻഡ് വിചാരിക്കും. എന്നിട്ട് അവൾ പണം നൽകാൻ ശ്രമിച്ചു. അയാൾ അത് നിരസിച്ചു. എന്നിട്ട് കണ്ണീരോടുകൂടി നടന്നുപോയി. അവസാനം ഏറ്റവും ഇളയ മകൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി. അച്ഛനെ കണ്ട മാത്രയിൽ അവൻ ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛനെ ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു, ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അച്ഛൻ വീട്ടിലേക്ക് വരും. വൃദ്ധൻ വളരെ ശാന്തനായി ചോദിച്ചു, എനിക്ക് നിന്റെ കൂടെ ഒരാഴ്ച കഴിയാൻ സാധിക്കുമോ? മകൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ എത്ര നാൾ വേണമെങ്കിലും എൻ്റെ കൂടെ താമസിക്കാം, അത് അച്ഛൻ്റെയും കൂടെ വീടാണ്. വൃദ്ധൻ്റെ കണ്ണ് നിറഞ്ഞു. അയാൾ ആ ബാഗ് തുറന്ന് ആ 3 കോടി രൂപ മകനെ കാണിച്ചു. പണം കാണാതെ സ്നേഹത്തോടെ സ്വീകരിച്ചതിനുള്ള സമ്മാനമാണിത്. ഇന്നു മുതൽ ഇത് നിനക്കാണ്. കാരണം സത്യസന്ധമായ സ്നേഹം പണത്തിലല്ല, അത് ബഹുമാനത്തിലും കരുണയിലും മാതാപിതാക്കളെക്കുറിച്ച് ഒരിക്കലും ലജ്ജിക്കാതിരിക്കുന്നതിലുമാണ്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.